നമസ്കാരം. ഇന്നത്തെ ഗൾഫ് വാർത്തകളിലേക്ക് സ്വാഗതം. പാസ്പോർട്ട് ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചതിൽ വെട്ടിലായി ഇന്ത്യൻ പ്രവാസ ലോകം. വർദ്ധിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണം എന്ന ആവശ്യവുമായി പ്രവാസി സംഘടനകൾ രംഗത്ത് വരുന്നു. മുൻപ് പാസ്പോർട്ട് പുതുക്കലിന്റെ ഫീസ് 285 ദിർഹമായിരുന്നു. ഇത് ഒറ്റയടിക്ക് 450 ദിർഹമായി ഉയർത്തുകയായിരുന്നു. ഏകദേശം 60% വർധനവാണ് വന്നിരിക്കുന്നത്. ഇത് സാധാരണ പ്രവാസികൾക്ക് അമിത ബാധ്യത സൃഷ്ടിക്കുമെന്നും സംഘടനകൾ പറയുന്നു. ഇന്ത്യൻ പ്രവാസികളിൽ 60 മുതൽ 70% വരെ പേർ കുറഞ്ഞ വരുമാനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. ഭൂരിഭാഗം തൊഴിലുടമകളും പാസ്പോർട്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകൾ വഹിക്കാറില്ല. പ്രതിമാസം 800 മുതൽ 1200 ദിർഹം വരെ മാത്രം ശമ്പളം ലഭിക്കുന്ന പലർക്കും ഒരു പാസ്പോർട്ട് പുതുക്കാൻ അരമാസത്തെ ശമ്പളത്തിന് തുല്യമായ തുക ചെലവാക്കുന്ന സാഹചര്യമാണുള്ളതെന്ന് ഇവർ പറയുന്നു. കുവൈറ്റിലെ പ്രവാസികൾക്കായി ഒരു അറിയിപ്പ്. കോൺസുലർ സേവനങ്ങൾ അടിയന്തര കേസുകൾക്ക് മാത്രമായി താൽക്കാലികമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് കുവൈത്തിലെ ഇന്ത്യൻ എംബസി. ഭരണപരമായ കാരണങ്ങളാൽ ജൂലൈ 2 മുതൽ ജൂലൈ 4 വരെ അടിയന്തര കേസുകളിൽ മാത്രമാണ് സേവനം ലഭിക്കുക. കോൺസുലർ, പാസ്പോർട്ട്, വിസ സേവനങ്ങൾ എന്നിവയിലാണ് താൽക്കാലിക നിയന്ത്രണം. അടിയന്തര സേവനങ്ങൾ തേടുന്ന അപേക്ഷകർ അത് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണമെന്ന് ബുധനാഴ്ച പുറപ്പെടുവിച്ച അറിയിപ്പിൽ എംബസി വ്യക്തമാക്കി. UAE-യിൽ നാളെ മുതൽ വേനലവധി. 2025-26 അധ്യയന വർഷത്തെ ക്ലാസുകൾ പൂർത്തിയാക്കി രാജ്യത്തെ സ്കൂളുകളിൽ ജൂലൈ 3 മുതൽ വേനലവധി ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ദുബൈയിലെ സ്വകാര്യ സ്കൂളുകൾക്ക് ജൂലൈ 6 മുതലായിരിക്കും അവധി. ഏകദേശം 2 മാസത്തെ നീണ്ട അവധിക്കാലത്തിന് ശേഷം ഓഗസ്റ്റ് 31-നായിരിക്കും പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ പുനരാരംഭിക്കുക. വേനലവധി കളറാക്കാൻ UAE-യിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് വിനോദ മാമാങ്കമായ ദുബൈ സമ്മർ സർപ്രൈസസ് തിരിച്ചെത്തുന്നുണ്ട്. ഓഗസ്റ്റ് 30 വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലാണിത്. മേളയിൽ 5 കോടി ദിർഹത്തിലധികം മൂല്യമുള്ള 12 അപ്പാർട്ട്മെന്റുകൾ, കാറുകൾ, സ്വർണം, ലക്ഷക്കണക്കിന് ദിർഹത്തിന്റെ ക്യാഷ് പ്രൈസുകൾ എന്നിവയാണ് സമ്മാനമായി ലഭിക്കുക. കൂടാതെ ഓഗസ്റ്റ് മാസത്തിൽ 700-ലധികം ഔട്ട്ലെറ്റുകൾ പങ്കെടുക്കുന്ന ജനപ്രിയ 10 ദിർഹം ഡിഷ് ക്യാമ്പയിനും ഭക്ഷണ പ്രേമികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. വേനലവധി തുടങ്ങിയതോടെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നാട്ടിലേക്കുള്ള പ്രവാസികളുടെ തിരക്കോട് തിരക്ക്. മലയാളികളടക്കമുള്ള പ്രതിദിന യാത്രക്കാരുടെ എണ്ണം 2 ലക്ഷം കവിയുന്നതായി അധികൃതർ. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം. 2 ആഴ്ചയ്ക്കകം 30 ലക്ഷം യാത്രക്കാരെയാണ് വിമാനത്താവളം പ്രതീക്ഷിക്കുന്നത്. ഈ മാസം 12-ന് മാത്രമായി 2.25 ലക്ഷത്തിലേറെ യാത്രക്കാർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി സഞ്ചരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. യുവതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ശക്തമായ സാമൂഹിക ഇടപെടലുകൾക്ക് തുടക്കമിട്ട് ഒമാൻ മലപ്പുറം ജില്ലാ അസോസിയേഷൻ. കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സംഘടന വിപുലമായ സോഷ്യൽ മീഡിയ ബോധവൽക്കരണ പ്രചരണവും സംഘടിപ്പിച്ചു വരികയാണ്. കേരളത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഈ പിന്തുണ. ഇതിന്റെ ഭാഗമായി ജീവധാര 2026 രക്തദാന ക്യാമ്പ് വെള്ളിയാഴ്ച സംഘടിപ്പിക്കും. ക്യാമ്പിലേക്ക് പ്രവാസി മലയാളി യുവാക്കളെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ കേന്ദ്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന ഇതാണ് നേർവഴി ആദർശ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. അബ്ബാസിയ KIC ഓഡിറ്റോറിയത്തിൽ ചെയർമാൻ ഷംസുദ്ദീൻ ഫൈസി എടയാറ്റൂർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഫൈസി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയിൽ മാത്രമല്ല സൗദി അറേബ്യയിലും പാചകവാതക വില കൂടി. ഗാർഹിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന 11 കിലോഗ്രാം സിലിണ്ടറിന് 10.7 റിയാലാണ് വർദ്ധിച്ചത്. ഇതോടെ 11 കിലോ സിലിണ്ടറിന്റെ പുതുക്കിയ വില 37 റിയാലായി ഉയർന്നു. 26.23 റിയാലായിരുന്നു പഴയ നിരക്ക്. 5 കിലോഗ്രാം സിലിണ്ടറിന്റെ വിലയിലും വർധനവുണ്ടായിട്ടുണ്ട്. 4.89 റിയാൽ വർദ്ധിച്ച 16.82 റിയാലാണ് പുതിയ നിരക്ക്. 11.93 റിയാലായിരുന്നു മുൻപത്തെ വില. ഈ വർഷം ഇത് 2ാം തവണയാണ് സൗദിയിൽ പാചകവാതകത്തിന് വില വർദ്ധിപ്പിക്കുന്നത്. കൂടുതൽ ഗൾഫ് വാർത്തകളുമായി നാളെ വീണ്ടും കാണാം.